ഈ വീഡിയോയിൽ ബംഗ്ലാദേശിൽ ഒരു സംഭവം, അതായത് ഐ എസ് ഐ എന്ന് പറഞ്ഞറിയാലോ, പാകിസ്ഥാന്റെ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പാകിസ്ഥാൻ ഇന്റലിജൻസ് അവർ ബംഗ്ലാദേശിൽ ഒരു അട്ടിമറിക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. ആ അട്ടിമറി എന്ന് പറഞ്ഞാൽ വക്കാറുസ്സമാൻ എന്ന് പറഞ്ഞ നിലവിലെ അവിടുത്തെ പട്ടാള ജനറൽ, ആ ഒരു ജനറലിനെ മാറ്റിയിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യക്തി മുഹമ്മദ് ഫൈസുർ റഹ്മാൻ. ഈ മുഹമ്മദ് ഫൈസുർ റഹ്മാനെ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു അട്ടിമറിക്ക് ശ്രമിച്ചതായിട്ട് വാർത്തകൾ വരുന്നത്. ഈ വിഷയത്തെ ചൊല്ലി ഞാനൊരു മാസത്തിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങുന്നു, പാകിസ്ഥാൻ ഇടപെടാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ ഓൾറെഡി തന്നെ നമ്മൾ ചെയ്തിട്ട വാർത്തയാണ്. അത് ഇപ്പം യാഥാർത്ഥ്യമാകുന്ന രീതിയിലാണ് വരുന്നത്. ഞാൻ ആ വീഡിയോ ലിങ്ക് ഇതിന്റെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം, നിങ്ങളത് കാണണം. അത് കണ്ടാൽ മാത്രമേ ഈ ബംഗ്ലാദേശിന്റെ ഉള്ളിലുള്ള ഈ ഒരു ആർമിയുടെ സെറ്റപ്പ് എന്താണ്, ഇത് പാകിസ്ഥാനുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ പാകിസ്ഥാന്റെ കളി എന്ന് പറഞ്ഞാൽ ഈ വക്കാറുസ്സമാനെ എടുത്ത് മാറ്റണം. ഈ വക്കാറുസ്സമാനെ എടുത്ത് മാറ്റണം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ താല്പര്യം മാത്രമല്ല, ഈ ഒരു യൂനസിന്റെ താല്പര്യവും കൂടിയാണ്. എന്താണ് കാരണം? കാരണം വേറൊന്നുമില്ല, ഈ തീവ്ര നിലപാടുള്ള ഈ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ മൊത്തത്തിലുള്ള താല്പര്യമാണ് ഈ ഒരു വക്കാറുസ്സമാനെ എടുത്ത് മാറ്റണം എന്നുള്ളത്. കാര്യം ഇയാള് ഈ ഷെയ്ഖ് ഹസീനയുടെ റിലേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു കാരണം കൂടി ഈ ഒരു വക്കാറുസ്സമാനാണ്. ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുത്തി വിട്ടത്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. ഈ പോയിന്റ് ആണ് സ്ട്രൈക്കിംഗ് പോയിന്റ്. ഇതിന്റെ പേരിലാണ് ബംഗ്ലാദേശിന്റെ ഉള്ളില് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബ്യൂറോക്രസിക്ക് ഉള്ളില് ഈ ഒരു സംസാരം വളരെ വളരെ ഫേമസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതായത് ഈ വക്കാറുസ്സമാന്റെ പുറകിലുള്ള കളികൾ, അതായത് ഈ വക്കാറുസ്സമാനെ എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റണം, അതിനുള്ള കാരണം ഇതാണെന്നുള്ളതിനെ ചൊല്ലി ഈ യൂനസുമായിട്ട് ബന്ധപ്പെട്ട ഈ ബ്യൂറോക്രറ്റുകൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഡിസ്കഷൻ ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇതിനെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ യൂണിറ്റ് ആണ്, പാകിസ്ഥാന്റെ ഇന്റലിജൻസ് യൂണിറ്റ് ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ബദലായിട്ട് ഇരിക്കുന്ന ആള് ജമാഅത്ത് ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിയും തന്നെ പറയാം. ആ രീതിയിലുള്ള മുഹമ്മദ് ഫൈസുർ റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന്റെ തലപ്പത്ത് കൊണ്ടുവരാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ബംഗ്ലാദേശിന്റെ ഉള്ളില് 4 പേര് മിലിറ്ററിക്കുള്ളിൽ ഈ ഒരു പൊസിഷന് വേണ്ടിയിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ തന്നെ പോയി കാണുക. അപ്പൊ ഇതാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്നത്. ഇപ്പൊ ഈ വിഷയം വക്കാറുസ്സമാൻ ആ വിഷയത്തിനെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ അതിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്ലാനിനെ, യൂനസിന്റെ പ്ലാനിനെ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത്? ഇന്ത്യയാണ് ഇന്റലിജൻസ് ഇൻഫർമേഷൻ കൊടുത്തത് വക്കാറുസ്സമാന് വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു. അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, നിങ്ങളെ അട്ടിമറിച്ചിട്ട് അവിടെ നിങ്ങളുടെ പൊസിഷനിൽ വേറെ ആളിനെ കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് യൂനസ് ആണെന്നുമുള്ള ഫുൾ ഡീറ്റെയിൽഡ് വിവരം കംപ്ലീറ്റ് ഡേറ്റയോടുകൂടി ബംഗ്ലാദേശിന്റെ വക്കാറുസ്സമാന് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ് ഇത് കൈമാറിയത്. ഈ ഒരു മെസ്സേജ് കൈമാറിയപ്പോഴത്തേക്കും പുള്ളി കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റി. കാരണം ഈ വക്കാറുസ്സമാൻ എന്ന് പറയുന്ന ഒറ്റൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്. അയാളെയും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ട് ഐസൊലേറ്റ് ചെയ്യാണ് ബംഗ്ലാദേശ്. പിന്നെ അതിന്റെ ഉള്ളിൽ നടക്കുന്നത് മൊത്തം ഈ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്രവാദപരമായിട്ടുള്ള നടപടികളും ആ ഒരു റീജിയൻ തന്നെ അൺസർട്ടനിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇന്ത്യയുടെ സേഫ്റ്റിയുടെ ഭാഗം കൂടി ആയതുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു ഇന്റലിജൻസ് വിവരം വക്കാറുസ്സമാന് കൈമാറിയത്. ഇതിലുപരിയായിട്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വക്കാറുസ്സമാനെ ഡയറക്റ്റ് ആയിട്ട് യുഎസിന്റെ ഇന്റലിജൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നടന്ന സംഭവങ്ങൾ, അതായത് വക്കാറുസ്സമാൻ എൻകൗണ്ടർ ചെയ്ത വിഷയങ്ങളും കാര്യങ്ങളെല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡോക്യുമെന്റ് ചെയ്ത് അമേരിക്കയ്ക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇന്ത്യ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പാകിസ്ഥാന്റെ ഈ രീതിയിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം ഏത് രീതിയിൽ ഇന്ത്യയുടെ ഒരു സെർട്ടനിറ്റിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കുള്ളിൽ ഒരു അൺസർട്ടനിറ്റി, ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ശ്രമിക്കുന്നത്, ആ കാര്യങ്ങൾ കൃത്യമായി ഡേറ്റ ചെയ്ത് ആ ഡേറ്റ അമേരിക്കയ്ക്ക് കൈമാറാനും കൂടി ഇന്ത്യ സഹായിക്കുന്നതായിരിക്കും വക്കാറുസ്സമാനെ. ബംഗ്ലാദേശിനെ വെച്ച് ഇന്ത്യക്കുള്ളിൽ നടത്താനിരുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ പൊളിച്ച് കൈ കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന വേറൊരു രാജ്യമാണ്. ബംഗ്ലാദേശിന്റെ കാര്യം കഴിഞ്ഞു, ഇപ്പൊ അടുത്ത് മാൽഡീവ്സിന്റെ കാര്യം. മാൽഡീവ്സിന്റെ നിലവിൽ ഇപ്പൊ കുറെ നാളുകൊണ്ട് വാർത്തകളൊന്നും വലുതായിട്ട് വരുന്നില്ല. കാര്യം വേറെ ഒന്നുമില്ല, ചൈന അതിരൂക്ഷമായ രീതിയിൽ ഡെഡ് ട്രാപ്പ് ഡിപ്ലോമസി കളിക്കുകയാണ് ഈ മാൽഡീവ്സിന്റെ ഉള്ളിൽ. മൊയ്സു ശരിക്കും ഇപ്പോഴാണ് ചൈനയുടെ യഥാർത്ഥ മുഖം, ആ ഒരു ഡ്രാഗൺ ഫേസ് അറിയുന്നത്. മാൽഡീവ്സിന്റെ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1.3 ബില്യൺ ആണ് ചൈനയ്ക്ക് കൊടുക്കേണ്ട പൈസ. അപ്പൊ അതിപ്പം റീപേയ്മെന്റുമായിട്ട് പറഞ്ഞ് ചൈന മാൽഡീവ്സിന്റെ കഴുത്തിൽ പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ത്യ പൈസ കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. മാൽഡീവ്സിന് കൊടുക്കേണ്ട എയ്ഡും കാര്യങ്ങളിലൊക്കെ ചെറിയ വർധനമൊക്കെ വരുത്തി ഇന്ത്യ ബഡ്ജറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പല രീതികളിലും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇന്ത്യ കൊടുക്കുന്നത്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ പദവിയിൽ കയറിയ ഉടനെ തന്നെ ചൈനയെ പോയി കണ്ടതും ചൈനയിൽ പോയിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു MOU ഒക്കെ സൈൻ ചെയ്തിട്ടാണ്
മുഹമ്മദ് മൊയ്സു മാൽഡീവ്സിലേക്ക് തിരിച്ചു വന്നത്. അതിനുശേഷം ഇന്ത്യയുമായിട്ട് പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മെച്ചപ്പെടുത്തി പല സഹായങ്ങളും ഇവിടെ നിന്ന് കിട്ടിയെങ്കിലും അവരുടെ ആ ഒരു ഡെറ്റ്, ആ ഒരു കടം തീർക്കാനുള്ള, അവരുടെ കടബാധ്യത തീർക്കാനുള്ള രീതിയിലുള്ള പൈസ മാൽഡീവ്സിന് ഒരിക്കലും തന്നെ സംഘടിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. സോഴ്സ് മാൽഡീവ്സിൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ആരെങ്കിലും ഉദാരമായി സംഭാവന കൊടുക്കണം. അതിപ്പോ അമേരിക്ക കൊടുക്കണം, ഇല്ലെങ്കിൽ ഇന്ത്യ കൊടുക്കണം, ഇല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ ആരെങ്കിലും തന്നെ കൊടുക്കണം. പക്ഷെ ഇപ്പൊ തൽക്കാലം ഇപ്പോഴത്തെ ഒരു സ്ഥിതി വ്യവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ വന്നിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ 5 പൈസ ആർക്കും കൊടുക്കത്തില്ല. എയ്ഡ് ഉൾപ്പെടെ എല്ലാം തന്നെ നിർത്തി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് നോക്കി തെരഞ്ഞ് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ മാൽഡീവ്സിന് ഇങ്ങനെ ഒരു സാഹചര്യം വളരെ വളരെ റിസ്ക് ആണ്. ഇപ്പം അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല്, ഈ ഫ്രീ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്ന പല രീതിയിലുള്ള പ്രോഡക്ട്സും ചൈനയിൽ നിന്ന് മേടിക്കണം എന്ന് ചൈന പ്രഷർ ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട പല സാഹചര്യങ്ങളും ഇപ്പം നിശ്ചിത തോതിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് മാൽഡീവ്സിലേക്ക് പോകുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഈ എയ്ഡ് സാധനങ്ങളല്ലാണ്ട് മാൽഡീവ്സ് അവരുടെ സ്വമേധയാ പർച്ചേസ് ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ നിന്ന്. അപ്പൊ അതിൽ നല്ല രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ചൈനയുടെ ഈ ഒരു പ്രഷറാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ആ ഒരു ഡീൽ ഓക്കെ ആയി കഴിഞ്ഞാൽ മാൽഡീവ്സിന് 5 വർഷത്തെ ഗഡു നീട്ടിക്കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ $1.3 ബില്യൺ കടമില്ലേ, ആ കടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വർഷത്തെ ടൈം ലൈൻ കിട്ടും, ഡ്യൂറേഷൻ. അപ്പൊ അത് 5 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൊയ്സുവിന്റെ ആ ഒരു പീരീഡ്, ഈ മൊയ്സുവിന്റെ ടെനർ ഓൾറെഡി അതിന്റെ തീരാറാകുന്ന ഒരു അവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ തീരാറാവുന്ന അവസ്ഥയില്ല, ഏകദേശം തീർന്ന് അടുത്ത ഗവൺമെന്റ് വരുന്ന ഒരു സമയമാവും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പൊ അതുവരെ ഒന്ന് നീട്ടി കിട്ടിയാൽ മൊയ്സുവിന് കുറച്ച് സേഫ് ആയിട്ട് തന്നെ ഈ ഒരു അയാളുടെ ഒരു ടെനറിൽ വളരെ കൂളായിട്ട് മാൽഡീവ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പുള്ളി വിശ്വസിക്കുന്നത്. പക്ഷെ അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു നല്ല നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യണം. അല്ലാതെ അയാളുടെ ടെനറിൽ മാത്രം കാര്യങ്ങളൊക്കെ ഭംഗിയാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രാജ്യം ഭരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിൽ നിന്നും കുറച്ച് ട്രേഡ് വോളിയം ഡിമിനിഷ് ആവുന്നുണ്ട് മാൽഡീവ്സിലേക്ക് പോകുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ചൈനയുടെ ഈ ഒരു സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാൽഡീവ്സിനെ ഈ രീതിയിൽ കടക്കണിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു ബാർഗൈനിങ് ആണ് ഇപ്പൊ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയ്ക്ക് വന്ന ഒരു അവസ്ഥ തന്നെയാണ് ശരിക്കും മാൽഡീവ്സിന് വന്നുകൊണ്ടിരുന്നത്. അതിനെ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ റിക്വസ്റ്റ് ഇട്ടുകൊണ്ട് കുറച്ച് ട്രേഡ് വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ട് കുറച്ച് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മൊയ്സ് ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാൽഡീവ്സിന്റെ സ്റ്റേറ്റസ് ഇതാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഈ പൈസ കടം കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഗ്ലോബൽ. ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും പൈസ കടം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ IMF എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടമെടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ വന്ന് കംപ്ലീറ്റ് തൂത്തുപറക്കി വൃത്തിയായിട്ട് പരിശോധിക്കും. ഏതാണ് കാര്യങ്ങൾ, എവിടെയാണ് ലാബ്സ് ഉണ്ടായിരിക്കുന്നത്, ഇനിയിപ്പോ നമ്മൾ ഇത്ര പൈസ നമ്മൾ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും, ഇതിനുള്ള സോഴ്സ് ഈ രാജ്യത്തിനുണ്ടോ, അങ്ങനെ സോഴ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ തരുന്ന പൈസ എങ്ങനെ നിങ്ങൾ വിനിയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊരു ചാർട്ട് ഇടും. ആ ചാർട്ട് പ്രകാരം നമ്മുടെ നാട്ടിലെ പല സാധനങ്ങൾക്കും വില കൂട്ടണം, പല സ്ഥലങ്ങൾക്ക് ബില്ല് കൂട്ടണം, പല ടാക്സും നമ്മൾ ഇൻക്രീസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ ഒരു ഫണ്ട് അവർക്ക് കണ്ടെത്താൻ കഴിയുക. കാരണം ഓൾറെഡി തന്നെ കടക്കണിയിലിരിക്കുന്ന രാജ്യങ്ങളാണ് മിക്കവാറും ഇങ്ങനെ ലോൺ എടുക്കാൻ പോകുന്നത്. അപ്പൊ എക്സ്പെൻസും കടം ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി അഡീഷണൽ ആയിട്ട് വരുന്ന പൈസയാണ് ഈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറഞ്ഞ ഈ IMF-ന് തിരിച്ചടയ്ക്കാനുള്ള അടവായിട്ട് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു കാൽക്കുലേഷൻ ഇട്ട് നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ കൂട്ടി തന്നിട്ടായിരിക്കും ലോൺ തരിക. ഇതാണ് മിക്കവാറും ഈ കടക്കണിയിൽ പോകുന്ന രാജ്യങ്ങൾക്കെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അതുപോലെ IMF പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലോൺ കൊടുത്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പം ഷഹബാസ് ഷെരീഫ്, അതായത് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ, IMF-ൽ ഒരു റിക്വസ്റ്റ് വെച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ പലിശയൊക്കെ ഒന്ന് ഒഴിവാക്കി തരണം, ഇൻട്രസ്റ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് ഈ മുതൽ മാത്രം അടയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റീസ്ട്രക്ചറിങ് ചെയ്തു തരണമെന്ന്. അപ്പൊ ഈ പലിശയാണ് യഥാർത്ഥത്തിൽ ഈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ വരുമാനം. അപ്പൊ ഈ ബാക്കിയുള്ളതൊക്കെ ആരെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയല്ലേ. ഇപ്പൊ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, പല ഈ ബ്ലാക്ക് റോക്ക് സംഘടനയൊക്കെ, അതിൽ ഒരുപാട് പ്രൈവറ്റ് ഫിനാൻസ് കമ്പനികളാണ് അതിനകത്ത് പൈസ ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പൈസ ഈ തറയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പറിച്ചെടുക്കുന്ന സാധനമല്ലല്ലോ. അപ്പൊ അവിടെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ അങ്ങനെ മുതൽ മാത്രം ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അത് സാമാന്യ ബുദ്ധിയുള്ള ഇച്ചിരിയെങ്കിലും എക്കണോമിക്സിൽ നോളജ് ഉള്ള ഏതൊരാൾക്കും മനസ്സിലാകേണ്ട കാര്യമാണ്. അപ്പൊ അവിടെയാണ് പോയിട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആക്കി തരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒറ്റ വരിയിൽ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അത് തീർപ്പാക്കി കൊടുത്തു. എന്താണ്, ആ ആപ്ലിക്കേഷൻ തന്നെ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. ആപ്ലിക്കേഷൻ അങ്ങ് റിജക്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത് പറയാൻ പോകുന്ന വാർത്ത നേപ്പാളിനെ കുറിച്ചാണ്. നേപ്പാൾ നമ്മൾ കുറെ നാൾ നോക്കുന്നില്ലായിരുന്നു, പക്ഷെ നേപ്പാളിൽ കഴിഞ്ഞ ഒരു 1 വീക്ക് കൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഈ മാവോയിസ്റ്റ് ഭരണകൂടമില്ലേ അവിടെ, ഈ ശർമ്മ ഒലിയുടെ ഭരണം എത്രയും വേഗം അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാര്യമൊന്നുമില്ല, അവിടുത്തെ ഒരു രാജാവ്
അതായത് അവിടെ ലീഗലി അവിടെ രാജാവ് ഒരു പഴയ മൊണാർക്കിയാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 2002 മുതൽ 2008 വരെ ഏതാണ്ട് 20,000 പേരെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഡെമോക്രസി അവിടെ ഉണ്ടായത്. ഈ നേപ്പാളിൽ ഡെമോക്രസി ഉണ്ടായ കഥ അത് വലിയൊരു കഥയാണ്. അപ്പൊ അങ്ങനെ രാജകുടുംബത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെയും വധിച്ചുകൊണ്ടാണ് ഈ ഒരു മാവോയിസ്റ്റ് പ്രസ്ഥാനം വേണമെങ്കിൽ പറയാം, തീവ്ര ഇടത് നിലപാടുള്ള ആൾക്കാർ, അവര് അവിടെ ഡെമോക്രസി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വക കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടാണ് വന്നത്. അപ്പൊ അതിന്റെ ആ രാജഭരണത്തിന്റെ മൊണാർക്കിയിൽ അവകാശിയായിട്ടുള്ള ഒരു രാജാവ് ഉണ്ട്. പുള്ളി കഴിഞ്ഞ ആഴ്ച എൻറ്റയർ നേപ്പാൾ മൊത്തം ഒന്ന് പോയി ചുറ്റിക്കറങ്ങി കാര്യങ്ങളൊക്കെ കണ്ട് ജനങ്ങളെയൊക്കെ നേരിട്ട് സംസാരിച്ച് അവിടുത്തെ അവസ്ഥയൊക്കെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് വിലയിരുത്തിയായിരുന്നു. അങ്ങനെ വിലയിരുത്തിയപ്പോഴത്തേക്കും ഭൂരിഭാഗം ആൾക്കാരും, എന്തൊരു ഭൂരിഭാഗം, കണ്ട ആൾക്കാർ മൊത്തം പറഞ്ഞത് മൊണാർക്കി റൂൾസ് തിരിച്ചു കൊണ്ടുവരണം എന്നാണ്. അതായത് രാജഭരണം തിരിച്ചു വരണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, ഈ 2008 ഇപ്പൊ 2008 2009 മുതൽ അവിടെ ഏതാണ്ട് ഇപ്പൊ 2024 വരെ ഈ ഒരു ഡെമോക്രസി തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒരു കക്ഷി, ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലും അവിടെ 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കോമഡി. 2 വർഷം 3 വർഷം 1 വർഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭരണം മാറി 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 വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം സ്റ്റെബിലിറ്റി ഇല്ല. എല്ലാവരും തന്നെ ചൈനയുടെ പുറകിൽ പോവുക, പൈസ മേടിച്ച് സ്വന്തം പോക്കറ്റിലിടുക, രാജ്യം ആ നാട്ടുകാർക്കൊന്നും ചെയ്യുന്നില്ല. ഇതാണ് അവസ്ഥ. നേപ്പാൾ എന്ന് പറഞ്ഞുണ്ടല്ലോ, അത്രമാത്രം വളരെ വളരെ ഹിമാലയത്തിന്റെ അടിയിൽ കിടക്കുന്ന വളരെ പ്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്ര നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ലാൻഡാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് ഈ വക കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിനും ഇന്ത്യക്കും തമ്മിൽ ഏതാണ്ട്, ഇന്ത്യയില് ഈ ഗൂർഖ റെജിമെന്റ് എന്ന് പറഞ്ഞ റെജിമെന്റ് ഉണ്ട്. ഈ ഗൂർഖ റെജിമെന്റ്, പഞ്ചാബ് റെജിമെന്റ്, മദ്രാസ് റെജിമെന്റ്, ഈ 3 റെജിമെന്റ് ആണ് ഇന്ത്യൻ ആർമിയിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള റെജിമെന്റുകൾ. അപ്പൊ അത്രമാത്രം നേപ്പാളിന്റെ കോൺട്രിബ്യൂഷൻ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യൻ ആർമിയിൽ ഉണ്ടായിരുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഡെമോക്രസി വന്നോടെ അവർ കാണിച്ച കുറെ പരിപാടികളുണ്ട്. അതായത് അവർക്ക് അവരുടെ സ്വന്തം താല്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നേപ്പാളിന്റെ മാപ്പ് മാറ്റി വരയ്ക്കുക, കാലാപാനി, ലിപുലേക്ക്, ലിംപിയാതുറ, ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ ചേർത്തിട്ട് അവർ മാപ്പ് പ്രസിദ്ധീകരിച്ച് അവരുടെ നോട്ടുണ്ടല്ലോ, റുപ്പീസ്, അവരുടെ പൈസ ഉണ്ടല്ലോ, പൈസ പ്രിന്റ് ചെയ്യുന്ന അതിലൊക്കെ ഈ മാപ്പൊക്കെ മാറ്റി പ്രിന്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ബീഹാറിലെ കുറെ ഭാഗങ്ങളൊക്കെ അവരുടെയാണെന്നും കൂടെ അവർ അവകാശപ്പെട്ടായിരുന്നു. ഇതൊക്കെ ചൈനയുടെയൊക്കെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോടെ അവർ കാണിക്കുന്ന പരിപാടികളാണ്. അത് ഈ ലാൻഡ് ഡിപ്ലോമസി കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കാനാണ് ഈ വക ഡെമോക്രസിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഈ ഡെമോക്രസി ഭരണകൂടം മൊത്തം അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രത്യേകിച്ച് ഈ ഒരു സ്ട്രോങ് ലെഫ്റ്റ് ലീഡിംഗ് ഗവൺമെന്റ് മൊത്തം ഇങ്ങനത്തെ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ശർമ്മ ഒലിയൊക്കെ നമ്പർ 1 ആയിരുന്നു അതിൽ. അതിലുപരിയായിട്ട് നേപ്പാളിലെ ജനങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ബന്ധമാണുള്ളത്. കൾച്ചറൽ ഓറിയന്റഡ് ആയിക്കോട്ട് പല രീതിയിലും ഇന്ത്യയുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു കൾച്ചറാണ് അവർ തന്നെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യ എല്ലായ്പ്പോഴും അവിടെ ഒരുപാട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുകയും, ഇലക്ട്രിക് പ്രോജക്റ്റിലായിക്കോട്ടെ, സോളാർ പ്രോജക്റ്റ് ആയിക്കോട്ടെ, പല രീതിയിലുള്ള പ്രോജക്റ്റുകളൊക്കെ ഇന്ത്യ നടപ്പിലാക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഉപദ്രവവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലയിലുള്ള നിലപാടാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഏറെക്കുറെ 80% ജനങ്ങൾക്ക് മനസ്സിലായി ആ രാജ്യത്തിന്റെ ഈ ഒരു പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. അപ്പൊ അവര് ഭൂട്ടാനിൽ നോക്കും. ഭൂട്ടാനിൽ ഇപ്പോഴും ഈ ഒരു മൊണാർക്കി തന്നെയാണ് ഉള്ളത്. അവിടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. അപ്പം നേപ്പാളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അവർ ഡെമോക്രസിക്ക് വന്നതിന് ശേഷം ഇന്ത്യ കുറച്ച് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏത് രീതിയിലായാലും ഇന്ത്യയുമായിട്ട് സഹകരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മെജോറിറ്റി ആൾക്കാർക്ക് ഇന്ത്യയുമായിട്ട് സഹകരിക്കാനാണ് താല്പര്യം. പണ്ട് നമ്മളൊരു ബോർഡർ പോലും ആ രീതിയിൽ ക്ലോസ്ഡ് ബോർഡർ അല്ലായിരുന്നു, വളരെ ഓപ്പൺ ആയിരുന്നു. ഇന്ത്യയിൽ ഓപ്പൺ ചെയ്ത എല്ലാ കമ്പനികളും ഒരു ബ്രാഞ്ച് പോലെ തന്നെ അവിടെയും പ്രവർത്തിക്കുമായിരുന്നു. ആ രീതിയിൽ വളരെ ഫ്രീ ലാൻഡ് ആയിട്ടിരുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഇന്ത്യയുമായിട്ട് ഈ ഒരു രീതിയിൽ അവരുടെ ഒരു ഡിപ്ലോമസി മാറ്റി കുറിച്ചുകൊണ്ട് അവർ വേറൊരു രാജ്യമാണെന്നുള്ള നിലയിൽ ഭയങ്കരമായ ഒരു സോവറിനിറ്റിയൊക്കെ കൊണ്ട് അവർ നടക്കുന്നത്. ഗൈനേന്ദ്ര എന്നാണ് ഈ ഒരു രാജാവിന്റെ പേര്. പുള്ളി എല്ലാ വില്ലേജുകളും, ബേസിക്കലി എല്ലാ വില്ലേജുകളും പിന്നെ സിറ്റികളൊക്കെ സന്ദർശിച്ച് കാഠ്മാണ്ഡുവിൽ എത്തിയപ്പോഴത്തേക്കും ഇയാളുടെ പുറകിൽ 4 ലക്ഷം ആൾക്കാർ, കുറഞ്ഞത് 4 ലക്ഷം ആൾക്കാർ ഇയാളുടെ പുറകിൽ അണിനിരന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതിന്റെ പിക്ചേഴ്സ് ഒക്കെ കുറെ കിട്ടിയിട്ടുണ്ട്, ഞാൻ അതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ വളരെ വൈകാതെ തന്നെ, ഒരുപാട് താമസമില്ലാതെ തന്നെ നേപ്പാളിൽ ഈ മൊണാർക്കി റൂളിൽ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.